ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇപ്പോൾ സമയം 3 മണിയാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ 3 മണിക്കൊക്കെ എണീറ്റ് വ്ളോഗ് എടുക്കണേന്ന്. ഞാൻ ഇന്ന് എറണാകുളം വരെ പോവുകയാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു ആവശ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണ് പോകുന്നത്. 5:55 ശതാബ്ദിയിലാണ് ഞാൻ പോകുന്നത്. ജനശതാബ്ദിയിലാണ് പോകുന്നത്. രാവിലെ തന്നെ നല്ല മഴയുണ്ട് ഗായ്സ് ഇവിടെ. ഞാനിനി എങ്ങനെ സെൻട്രൽ വരെ എത്തുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗായ്സ്, അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഷൂ ഒക്കെ ഇട്ട് പോകാമെന്നാണ് വിചാരിച്ച് നിന്നത്. പക്ഷെ മഴ ആയതുകൊണ്ട് ഞാനെല്ലാം ഷൂ എല്ലാം പാക്ക് ചെയ്ത് അങ്ങ് പോയതിന് ശേഷം ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ഗൈസ്, അപ്പോൾ പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു മുൻകരുതലിന് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് കോട്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്, റെയിൻകോട്ട്. അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നേരെ ഇനി സെൻട്രലിലോട്ട് പോവാം ഗൈസ്. ഗായ്സ്, അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം മഴ പെയ്യുമെന്ന് വിചാരിച്ച് കോട്ടൊക്കെ ഇട്ട് വന്നു ഗായ്സ്. പക്ഷേ മഴ പെയ്തില്ല. കോട്ട് ഇടാതെയാണ് വന്നിരുന്നതെങ്കിൽ മഴ പെയ്യുമായിരുന്നു ഗൈസ്, ഉറപ്പായിട്ടും പെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിനി എൻ്റെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. സെൻട്രലിനകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല പൈസയാണ് ഗൈസ് അതിനകത്ത് വയ്ക്കുന്നതിന്. അപ്പം ഞാൻ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അപ്പം അതിനകത്താണ് വണ്ടി വെക്കുന്നത്. അങ്ങനെ നേരെ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം 5:20 ആയിട്ടേ ഉള്ളൂ. ഇനിയും അരമണിക്കൂർ കിടക്കുന്നുണ്ട് ട്രെയിൻ എടുക്കാനായിട്ട്. എന്തായാലും നേരത്തെ വന്നു, ഇതിനകത്ത് കയറി ട്രെയിനൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ഗൈസ്. ഗായ്സ്, അങ്ങനെ ട്രെയിന് കണ്ടു. ചെന്ന് കയറിയപ്പോൾ തന്നെ ട്രെയിൻ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇനി എൻ്റെ ബോഗി തപ്പിപ്പിടിച്ച് നടക്കുമായിരുന്നു അത്രയും നേരം. പിന്നെ ബോഗിയും കണ്ടുപിടിച്ചു. ഇനി നേരെ ട്രെയിനകത്ത് കയറി എൻ്റെ സീറ്റിലേക്ക് പോവാണ് ഗായ്സ്. ബാക്കിയൊക്കെ ഇനി നമുക്ക് എറണാകുളത്ത് എത്തിയതിനു ശേഷം കാണാം ഗായ്സ്. ഗായ്സ്, അങ്ങനെ ഞാൻ എറണാകുളത്ത് എത്തി. ഞങ്ങളുടെ ഓഫീസിൻ്റെ അവിടെ തന്നെ എത്തി ഗായ്സ്. ഇനി നേരെ
മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഗായ്സ് ഇനി ഒരു 2 മണിക്കൂറത്തേക്ക് ഇനി മീറ്റിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കാണാം ഗായ്സ്. ഗായ്സ് അങ്ങനെ 1 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ഞങ്ങൾ അങ്ങനെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ മിക്ക ദിവസങ്ങളിലും ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴും ബിരിയാണി ഉണ്ട്. അപ്പം ബിരിയാണിക്ക് പകരം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഇവിടെ ചട്ടിച്ചോറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചട്ടിച്ചോറാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ പേര് ചട്ടിച്ചോറ് പറഞ്ഞു, കുറച്ച് 2-3 പേര് മാത്രം ബിരിയാണി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കുന്നത്, ഫസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഗായ്സ് അങ്ങനെ എല്ലാ പേരും ഫുഡൊക്കെ കഴിച്ചു. ചട്ടിച്ചോറ് ഒരു രക്ഷയില്ലായിരുന്നു ഗായ്സ്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ വെറൈറ്റി ഫുഡൊക്കെ പിടിക്കുക. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ ഇനി ഓഫീസിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ നടന്നാണ് വന്നത്, ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നടന്ന് പോവുകയാണ്. പിന്നെ ഓഫീസിൽ പോയിട്ട് കുറച്ച് മണിക്കൂർ കൂടി മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. ഗായ്സ് അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ തിരിച്ചു പോകാനുള്ള ട്രെയിനിൽ കയറി ഗായ്സ്. അപ്പോൾ ഇപ്പോൾ തന്നെ നൈറ്റ് 7 മണി ആയിട്ടുണ്ട്. ഞാനിനി ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ 9:20 ആവും. ഗായ്സ് അങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അവിടെ പോയി വണ്ടിയും എടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ സമയം 9:20 ആയി. ട്രെയിന് കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചു ഗായ്സ്. 9:20 എത്തുമെന്ന് പറഞ്ഞു. 9:20 തന്നെ എത്തി. ഗായ്സ് അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് ഒരു പുതിയൊരു വ്ളോഗുമായി വരുന്നത് വരെ ബൈ.